പുതിയുഗം വാഗ്ദാനം ചെയ്ത് സർവ്വ മേഖലയിലും സമഗ്ര പരിഷ്കരണം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് 16-ാം നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയായിരിക്കുന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞാണ് ഗവർണറുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ പ്രഖ്യാപനങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിന് മുന്നോടിയായി തന്നെ ധവളപത്രം പുറത്തിറക്കി സാമ്പത്തിക സ്ഥിതി കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഗവർണർ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ സർക്കാർ ഈ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്ന സൂചന ഗവർണർ നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പാടിക്കൊണ്ടാണ് ഈ പ്രസംഗം തുടങ്ങുന്നത് എന്നത് കൂടിയാണ്. കാരണം എന്തായാലും മുഴുവനായി വന്ദേമാതരം പാടണം എന്ന നിർദ്ദേശം ലോക്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് സർക്കാർ അംഗീകരിച്ചില്ല. സാധാരണഗതിയിൽ പറയുന്നത് പോലെയുള്ള ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് വന്ദേമാതരം നിയമസഭയിൽ ആലപിച്ചത്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അംഗങ്ങളെ ഓരോരുത്തരെയായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗവർണർ പുറത്തേക്ക് പോവുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്തായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഗവർണർ പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയതും ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കും, 1000 രൂപ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് സ്റ്റൈപ്പൻഡ് പോലെ സഹായം നൽകും, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപ ഓരോ കുടുംബങ്ങൾക്കും ഉറപ്പാക്കും, അതോടൊപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. നേരത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പായിരുന്നു. അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മറ്റ് കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്ന് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറയുന്നത്. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമായി നടപ്പാക്കുക എന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന തരത്തിൽ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തുറമുഖ ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി പറഞ്ഞത്. അതോടൊപ്പം കൃഷിക്ക് പ്രാധാന്യം നൽകും, അതോടൊപ്പം അത് ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമുണ്ടാകും. എക്സൈസ് വകുപ്പിനെ നവീകരിക്കും എന്നതാണ്. ലഹരിയെ തടയാൻ ശക്തമായ നടപടി ഉണ്ടാകും. അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, നേരത്തെ തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രഖ്യാപിച്ചിരുന്ന കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തി തന്നെ, പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗവും ഉണ്ടായത്. പക്ഷേ തുടക്കത്തിൽ ഒരു വിവാദത്തിലേക്ക് പോയില്ല എങ്കിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. പക്ഷേ അത് പൂർണ്ണമായി ആലപിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ സർക്കാർ തയ്യാറായതുമില്ല. പക്ഷേ മറ്റൊരു തർക്കത്തിലേക്കൊന്നും പോയതും കണ്ടില്ല. രുചീഷ്, അത് സംബന്ധിച്ച് തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോക്ഭവന്റെ നിർദ്ദേശം വന്ദേമാതരം മുഴുവൻ ചൊല്ലണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആ നിർദ്ദേശം മാനിച്ചാണ് അന്ന് വന്ദേമാതരം മുഴുവൻ ചൊല്ലിയത്. പിന്നീട് അത് വിവാദമാകുകയും ചെയ്തു. ഇന്നെന്തായാലും അതിന് സർക്കാർ തീരുമാനിച്ചില്ല. ആദ്യം സാധാരണ ചെല്ലുന്ന ആദ്യത്തെ 4 വരി മാത്രമാണ് ഇന്ന് വന്ദേമാതരം ചൊല്ലിയിട്ടുള്ളത്. അത് ലോക്ഭവന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് കൂടിയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി ഗവർണർ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. 1 മണിക്കൂർ 13 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് രാജേന്ദ്ര അർലേക്കർ നടത്തിയത്. UDF സർക്കാരിന്റെ ആദ്യത്തെ നയപ്രഖ്യാപനം. അതിൽ എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രഖ്യാപിച്ചിരുന്ന 5 ഗ്യാരണ്ടി അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായത്. ജൂൺ 15 തൊട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും, 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഉറപ്പാക്കും, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ മാസ സഹായം അത് നൽകും എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. അതിനോടൊപ്പം എടുത്തു പറയേണ്ടത്, പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 6 മാസം സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായി. മറ്റ് എല്ലാ മേഖലകളിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രാധാന്യത്തോടെ ഉണ്ടായിരുന്നു. കാർഷിക മേഖലയെ പ്രത്യേകം ഊന്നിപ്പറഞ്ഞു. അവിടെ സ്ത്രീകൾക്കുൾപ്പെടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രോത്സാഹനം നൽകും എന്നുള്ള പ്രഖ്യാപനം ഉണ്ട്. കേരളത്തെ ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. മയക്കുമരുന്ന് തടയാൻ
ഉള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറയുന്നു. അതിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ അത് നയപ്രഖ്യാപന പ്രസംഗത്തിലും സർക്കാർ വന്നതിന് ശേഷം ആദ്യം നടപ്പാക്കിയ പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു. അതും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ശ്രദ്ധേയമായി പരാമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യബന്ധന മേഖലയിൽ ആധുനികവൽക്കരണം നടപ്പാക്കും, ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തിനായി നടപ്പാക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. അതേ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് ഗവർണർ വായിക്കാതെ വിട്ടതാണോ എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താതെ കഴിഞ്ഞ സർക്കാരുകളൊക്കെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തോട് കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണനയിലും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ സർക്കാരുകളുടെ എല്ലാ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇടം പിടിച്ചിരുന്നു. അതിനുശേഷം ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ നടപടിയടക്കം കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് വിവാദമായിരുന്നു. പക്ഷേ ഇക്കാലത്ത് UDF സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്ക് ആദ്യ നയപ്രഖ്യാപന പ്രസംഗം പോയിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളില്ല. അതേ സമയത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് സമ്മർദ്ദത്തിലാണ് എന്ന് നയപ്രഖ്യാപനം പറയുന്നു. അത് വ്യക്തമാക്കുന്നത് ധവളപത്രം ഇറക്കുന്ന കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ധവളപത്രം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തയ്യാറാക്കുക എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതല്ലാതെ കേന്ദ്രത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല ആദ്യഘട്ടത്തിൽ എന്തായാലും UDF